ഷോപ്പിഫൈയിൽ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് ഓൾറെഡി ആഡ് ചെയ്തു, അതായത് നമ്മളൊരു 10 100 200 പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് ആ ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എറർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ബ്രാൻഡ് നെയിം മാറ്റണം, അല്ലെങ്കിൽ വില റേറ്റ് എല്ലാം ഒരുമിച്ച് മാറ്റണം. അപ്പോൾ അതെങ്ങനെ ഒരു 1 by 1 എഡിറ്റ് ചെയ്യാതെ നമുക്കത് ഒന്നിച്ച് എഡിറ്റ് ചെയ്യാൻ കഴിയാം. നമ്മളിപ്പോൾ നോർമലി നമുക്ക് 1 by 1 എഡിറ്റ് ചെയ്യാനായിട്ട് ചെയ്യുവാണെങ്കിൽ പ്രോഡക്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഏതാണോ ആ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഒരു സ്പെസിഫിക്കേഷൻ, നമുക്കൊരു വിഡ്ത്ത് മാറ്റണം. ഓക്കെ, ഞാൻ വിഡ്ത്ത് മാറ്റാം. അല്ലെങ്കിൽ വെണ്ടർ, അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ഏതാണോ, അല്ലെങ്കിൽ തീമാണോ, ടാഗ്, ഇതെല്ലാം ആഡ് ചെയ്യാൻ കഴിയും ഇവിടെ 1 by 1. എന്നാൽ ഒരു ലിസ്റ്റ് ഓഫ് ഒരു 100 നമുക്കൊരു 1000 പ്രോഡക്റ്റ് ഒക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് ഷോപ്പിഫൈയിലുള്ളൊരു ഓപ്ഷനാണ് ബൾക്കായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് ഞാൻ പ്രോഡക്റ്റ്സ് തന്നെ വന്നു. അതിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൾ. ഞാനിതെല്ലാം ടിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പേജിൽ 50 പ്രോഡക്റ്റാണ് ലിസ്റ്റ് ആവുന്നത്. സോ ഒരു 50 സെലക്ട് 50 പ്രോഡക്ട്സ്. അത് മാറ്റിയിട്ട് സെലക്ട് ഓൾ ഇൻ ദിസ് സ്റ്റോർ, അതായത് ഈ സ്റ്റോറിലെ എല്ലാ പ്രോഡക്റ്റും ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ബൾക്ക് എഡിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടാബിലായിരിക്കും മാറുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് സ്ക്രോൾ ചെയ്താൽ അറിയാം, നമുക്ക് ആദ്യത്തെ ഒരു 15 പ്രോഡക്റ്റായി ഇത് ലോഡായി വരാൻ ഇച്ചിരി ടൈം പിടിക്കും. സോ നമ്മൾ താഴോട്ട് നോക്കും തോറും ആ ലോഡിങ് 25 30 നമുക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ടോ അതെല്ലാം സ്ക്രോൾ ചെയ്താൽ അവിടെ അറിയാൻ കഴിയും. ഓക്കെ, ഇത് ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കിയാൽ ഇതിൽ നമുക്ക് കാണിക്കാം, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ടാഗ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചില ടാബുകൾ കാണിക്കുന്നില്ലെങ്കിൽ ഇതിലൊരു കോളം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏതാണോ ആവശ്യം, അതായത് എനിക്കിപ്പോൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് എഡിറ്റ് ചെയ്യാനുള്ളത് എങ്കിൽ ഞാൻ ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്തു. എനിക്ക് ആ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രം മതിയാകും. സോ ഞാൻ ആ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രം എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഇവിടെ വരുന്നു. സോ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിൽ എന്താണോ ഓപ്ഷൻ അത് മാറ്റുക, നെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ടാഗാണ് മാറ്റേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ ടാഗ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലൊരു ടാഗ് വേണ്ടെങ്കിൽ എനിക്കിത് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ടാഗ് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് വെൻഡറിൻ്റെ നെയിം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിൽ മിസ്റ്റർ എഗ് പ്ലാന്റ് എന്നാണ് ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്നത്, മാറ്റി മറ്റൊരു ബ്രാൻഡ് നെയിം കൊടുക്കണം എങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ബാക്ക് സ്പേസോ മറ്റോ ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് മറ്റൊരു പേര് കൊടുത്താൽ അവിടെ ആ ബ്രാൻഡ് നെയിം ആഡാകും. എന്നിട്ട് ജസ്റ്റ് സേവ് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഞാനിപ്പോൾ ബേസ് പ്രൈസ് അത് എഡിറ്റ് ചെയ്യണം ഒന്നിച്ച്. ഇപ്പോൾ കോസ്റ്റ് പെർ ഐറ്റം വേണം, ചാർജസ്, ടാക്സ്, SKU, ബാർകോഡ്, ഇൻവെൻട്രി, ഇങ്ങനെ എനിക്കെല്ലാം ഒന്നിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ടിക്ക് കൊടുക്കുക. വെയിറ്റ്, ഞാനിതിൽ SEO ടൈറ്റിലുണ്ട്, അതുപോലെ തന്നെ മെറ്റാ ഫീഡ്സ് ഉണ്ട്. ഞാനിതെല്ലാം ടിക്ക് കൊടുത്തു. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഫുൾ ലിസ്റ്റ് നമുക്കിതിൽ കാണാൻ കഴിയും. നമുക്കറിയാം ഇതിലിപ്പോൾ കോസ്റ്റ്, എനിക്കിപ്പോൾ ഇതിൽ ഞാൻ കോസ്റ്റ് 0 ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കോസ്റ്റ് ഒരു 50 ഇടണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ എമൗണ്ട് ആക്കുക. സോ അങ്ങനെ ഇതിൽ എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഈ ഒരു ഒറ്റ പേജിൽ തന്നെ എഡിറ്റ് ചെയ്യാം. 1 by 1 നമുക്ക് പ്രോഡക്റ്റിൻ്റെ പേജിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന് എളുപ്പം എന്ന് വെച്ചാൽ നമുക്കിവിടെ വെയിറ്റ്, ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ വെയിറ്റ് അങ്ങിട്ട് ലാസ്റ്റ് സേവ് കൊടുത്താൽ മതിയാകും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ആവശ്യം ഏതാണോ അത് മാത്രം എടുത്ത് സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് എളുപ്പം. അതായത് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻസ് വരില്ല ഒത്തിരി ടാബ് കിടക്കുന്നത് കൊണ്ട്. ഇത്രയേ ഉള്ളൂ ബൾക്ക് എഡിറ്റിംഗ് എന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.